ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലുള്ള സെക്കൻഡ് ടോപ്പിക്കിൽ, അതായത് നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് 2-ൻ്റെ സെക്കൻഡ് മൊഡ്യൂളിലുള്ള ടോപ്പിക്കാണ്. അപ്പോൾ തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് 2-ൽ നമുക്ക് 3 ടോപ്പിക്കുകളാണ് ഉള്ളത്. അതിൻ്റെ അകത്ത് ആദ്യത്തെ ടോപ്പിക്കാണ് നമ്മുടെ ഏർലേഴ്സ് ഫോമുലയും റാങ്കൻസ് ഫോമുലയും ഒക്കെ ഉള്ളത്. അത് നമ്മൾ പഠിച്ചു. അതിനുശേഷം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, ഇത് സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് കുറച്ച് അധികം ക്ലാസ്സുകൾ നമുക്ക് ആവശ്യമുള്ള ഒരു മൊഡ്യൂളാണ്. കുറേ ടോപ്പിക്കുകൾ അതിൻ്റെ അകത്തുണ്ട്. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞാൽ ഡാമിനെ പറ്റിയിട്ടാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ച കോളത്തിൻ്റെ ബേസിൽ പ്രഷർ ഉണ്ടാവും. ആ പ്രഷർ കംപ്രഷൻ ഉണ്ടാവാം, ടെൻഷൻ ഉണ്ടാവാം. അതേ കണക്ക് തന്നെ ആ ഒരു സ്ട്രക്ചറാണ് ഡാം. ആ ഡാമിന്റെ അതേ കൺസെപ്റ്റിൽ തന്നെയാണ് ഇവിടെ നമ്മൾ ഈ ഒരു പ്രഷർ അറ്റ് ദ ബേസ് ഓഫ് ദ ഡാം കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ ഡാം എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് 2 ഷേപ്പിലുള്ള ഡാമുകളാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഒന്ന് റെക്ടാങ്കിൾ ഷേപ്പ്, അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രപ്പിസോഡൽ ഷേപ്പ് വരുമ്പോൾ എങ്ങനെ നമുക്ക് പ്രഷർ കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ ഇത് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പത്തിൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു 5 സ്റ്റെപ്പുകളാണുള്ളത്. ആ സ്റ്റെപ്പുകൾ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഓർത്തിരുന്നാൽ വളരെ എളുപ്പമായിട്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേ സ്റ്റെപ്പ് വഴിയാണ് ഏതൊരു പ്രോബ്ലം കിട്ടിയാലും അത് ആ സ്റ്റെപ്സ് വഴി നമുക്കിത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ഇതാണ് ടോപ്പിക്ക്, ടു ഫൈൻഡ് ദ ബേസ് പ്രഷർ ഇൻ എ ട്രപ്പിസോയിഡൽ ഷേപ്ഡ് ഡാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിവിടെ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിവിടെ മെയിനായിട്ട് എന്തൊക്കെ പ്രഷേഴ്സ് ആണ് ഉള്ളതെന്ന് അറിയണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇപ്പം ഞാനിവിടെ ഈ ഡാമിൻ്റെ ഡയമെൻഷൻ ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. അതായത് ഇവിടെ ഈ ഒരു ഡാമിന് നമുക്ക് അതിൻ്റെ ടോപ്പ് വിഡ്ത്ത്, അതായത് ഈ ഡിസ്റ്റൻസ്, ടോപ്പിലുള്ള ഡിസ്റ്റൻസിനെ ഞാനിപ്പം എ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ബോട്ടത്തിലുള്ള ഡിസ്റ്റൻസ് ബി, കാരണം ഇത് നമുക്ക് ഈ ഡിസ്റ്റൻസുകൾ നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നോട്ട് ചെയ്യുന്നത്. ദെൻ ഓക്കെ, അതായത് ഹൈറ്റ് എച്ച് എന്ന് എടുക്കുന്നു. ഞാൻ മാർക്ക് ചെയ്യാം എന്തായിരുന്നാലും. എച്ച്, ടോട്ടൽ ഹൈറ്റ് എച്ച്. പിന്നെ അതിൻ്റെ വാട്ടറിൻ്റെ ലെവല് ഇപ്പം നമ്മൾ എടുക്കാൻ പോകുന്നത് സ്മോൾ എച്ച് എന്ന് പറയുന്ന ഒരു ഹൈറ്റിലാണ്. ഓക്കെ, സ്മോൾ എച്ച് എന്ന് പറയുന്ന ഒരു ഹൈറ്റിലാണ്. പിന്നെ ഇത് അതിൻ്റെ ബേസ് ലെവലാണ്. ഓക്കെ, ബേസ് ലെവൽ. ജസ്റ്റ് എല്ലാ കാര്യങ്ങളും ഒന്ന് മാർക്ക് ചെയ്യുന്നതാണ്. സോ ഇത് ബേസ് ലെവൽ, അതായത് ഗ്രൗണ്ട് ലെവൽ. അപ്പോൾ ഇവിടെ ടോപ്പിലുള്ള ഹൈറ്റ് ടോപ്പിലുള്ള വിഡ്ത്ത് സ്മോൾ എ, ഇത് ഞാൻ ബി എന്ന് പറഞ്ഞെടുത്തു. ഈ ഡിസ്റ്റൻസ്, എൻ്റെ ഹൈറ്റ്, ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എച്ച് എടുത്തു. വാട്ടർ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഈ ലെവൽ വരെയാണ് ഉള്ളതെന്നാണ്. അപ്പോൾ ഇതാണ് വാട്ടറിൻ്റെ ലെവൽ. സോ വാട്ടറിൻ്റെ ലെവൽ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് ഈസ് എ വാട്ടർ ലെവൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി എന്തൊക്കെ പ്രഷേഴ്സ്, എന്തൊക്കെ ഫോഴ്സസ് ആണ് ഈ ഒരു ബോഡിക്കകത്ത് ഉണ്ടാവുന്നതെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്ന 2 ഫോഴ്സസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? അതായത് നമുക്ക് വരാനുള്ളത്, ഒന്ന് ഈ വാട്ടർ കൊണ്ടുണ്ടാവുന്ന ഫോഴ്സ്. അപ്പം ഫോഴ്സസ് എന്ന് പറയുന്നത് നമുക്ക് 2 എണ്ണം ഇവിടെ ഉണ്ടാവും. ഒന്ന് ഫോഴ്സസ്, നമുക്ക് 2 ഫോഴ്സസ് ആയിരിക്കും ഉണ്ടാവുന്ന. ഒന്ന് ഫോഴ്സ് ഡ്യൂ ടു വാട്ടർ, അല്ലെങ്കിൽ അതിൻ്റെ വാട്ടർ പ്രഷർ എന്ന് പറയും. രണ്ടാമത് ഡ്യൂ ടു ദ സെൽഫ് വെയിറ്റ്, അതായത് ഈ ഒരു ഡാമിൻ്റെ വെയിറ്റ് കൊണ്ടുണ്ടാവുന്നത്. അങ്ങനെ 2 ഫോഴ്സസ് ആണ് നമുക്കിവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ വാട്ടർ കൊണ്ടുണ്ടാവുന്ന ഫോഴ്സിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് പി എന്ന് പറയുന്ന ലെറ്ററും, പിന്നെ ഈ സെൽഫ് വെയിറ്റിനെ ഞാൻ ഡബ്ല്യു എന്ന് പറഞ്ഞുകൊണ്ട് ഡിനോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം
ഞാൻ ഒന്ന് മാർക്ക് ചെയ്യുന്നു. ഇവിടെ സെൽഫ് വെയിറ്റ് നമുക്ക് എവിടെയായിരിക്കും ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നത്? സെൽഫ് വെയിറ്റ് ആക്ട് ചെയ്യുന്നത് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലായിരിക്കും. അപ്പം ഇതൊരു ട്രപ്പീസിയമാണ് അല്ലെ, ട്രപ്പിസോയിഡ് ആണ്. ഈ ട്രപ്പിസോയിഡിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കും? ഇതിപ്പോ എ ഉണ്ട്, ബി ഉണ്ട്, ഇതിന്റെ ടോട്ടൽ ലെങ്ത് ഇതെന്ന് പറയുന്നതാണ് ഹൈറ്റ് എച്ച് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ ഒരു ബോഡിയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എവിടെയാന്ന് നമുക്ക് അറിയണം. എന്തായിരുന്നാലും അത് ഇതിന്റെ ഈ ഒരു ബോഡിയുടെ നടുക്കാവത്തില്ല അല്ലേ, കാരണം അതിന് നമുക്ക് ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ഞാനിപ്പോ ആ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഞാൻ ഈ ഒരു പോയിന്റ് അതെങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. ഏകദേശം ഈ ഒരു പോയിന്റ് ആയിട്ട് ഞാൻ ഡിനോട്ട് ചെയ്യുന്നു. അവിടെയാണ് നമ്മുടെ വെയിറ്റ് W ആക്ട് ചെയ്യുന്നത്. വെയിറ്റ് സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലായിരിക്കും അതിന്റെ സെൽഫ് വെയിറ്റ് ആക്ട് ചെയ്യുന്നത്. അടുത്തുള്ള എന്താണ് ഇവിടെ വരുന്ന ഈ വാട്ടർ പ്രഷർ. അപ്പൊ വാട്ടർ പ്രഷർ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും, അതായത് അതൊരു ഇങ്ങനെ റെക്ടാങ്കിൾ ഷേപ്പിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. ട്രയാങ്കുലർ ഷേപ്പിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. മുകളിൽ നിന്ന് 0യും അതിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ കൂടി വരും. അപ്പൊ ഇവിടെ ഇത് പിന്നെ ഇതിന്റെ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിന്റെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതായത് ഈ ഓർഡിനേറ്റ്, ഈ താഴത്തെ ഓർഡിനേറ്റ് ഇൻറ്റു ഇത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് വെച്ച്. ഇനി ഇതിന്റെ ലോഡ് എവിടെയായിരിക്കും ആക്ട് ചെയ്യുന്നത്? ഈ ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ്. ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കും? ഇത് H ആണെങ്കിൽ അതിൽ നിന്ന് ഇപ്പം നമുക്കിങ്ങനെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഞാൻ P മാർക്ക് ചെയ്യുന്നു. അപ്പൊ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഇതിന്റെ സെൻട്രോയിഡ് ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് H ഡിവൈഡഡ് ബൈ 3 H ഡിവൈഡഡ് ബൈ 3 ഈ ഒരു ഫോഴ്സ്. അതായത് അതിന്റെ P എന്ന് പറയുന്നത് ഇതിന്റെ ലൊക്കേഷൻ ബോട്ടത്തിൽ നിന്ന് H/3. ഓക്കെ, അപ്പൊ നമ്മൾ ഫോഴ്സസ് ഒക്കെ മാർക്ക് ചെയ്തു. ഇനി ഇതിന്റെ സ്റ്റെപ്സ് നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ദ ഡാം കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് വെയിറ്റ് ഓഫ് ദ ഡാം. പിന്നെ എപ്പോഴും നമ്മൾ കണ്ടുപിടിക്കുന്നത് പെർ യൂണിറ്റ് ലെങ്തിലാണ്. ടോട്ടൽ ലെങ്ത് ഓഫ് ദ ഡാം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അപ്പൊ നമ്മൾ ഒരു യൂണിറ്റ് ലെങ്തിലുള്ള വെയിറ്റ് ആണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ അതിന് ക്യാപിറ്റൽ W ആണ്. ക്യാപിറ്റൽ W ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു ഏരിയ. ഡെൻസിറ്റി ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് ഈ ട്രപ്പിസോയിഡിന്റെ ഏരിയ. ഓക്കെ, ദാറ്റ് ഈസ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ. അപ്പൊ ഡെൻസിറ്റി അത് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിൽ നിന്ന് അത് കണ്ടുപിടിക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ പ്രഷർ ഓഫ് വാട്ടർ കണ്ടുപിടിക്കാം. സെക്കൻഡ് വൺ ഈസ് വാട്ടർ പ്രഷർ. സോ വാട്ടർ പ്രഷർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് P ഈസ് ഈക്വൽ ടു. സോ വാട്ടർ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫിഗറിൽ നോക്കുമ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഇവിടെ ഹൈറ്റ് എന്ന് തന്നെ എഴുതാം, കാരണം നമുക്ക് ബിയും ഇതെന്നൊക്കെ പറഞ്ഞിവിടെ ഓരോ ടേംസ് ഉണ്ട്. ബി എന്നൊക്കെ പറഞ്ഞ് നമ്മളിവിടെ ഇട്ടിട്ടുണ്ടോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, അപ്പം ഇവിടുത്തെ ബേസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ബേസ്. അതായത് ഈ ഡിസ്റ്റൻസ് ആണ് ബേസ് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇപ്പോൾ ഈ വാട്ടറിന്റെ ഡെൻസിറ്റി ഞാൻ റോ എന്ന് പറഞ്ഞെടുക്കുന്നു. ഇങ്ങനെ റോ എന്ന് പറഞ്ഞെടുത്താൽ ഈ താഴെ വരുന്ന ഈ ഓർഡിനേറ്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് റോ ഇൻറ്റു H എന്നായിരിക്കും. റോ ഇൻറ്റു H. ഓക്കെ, പല ടെക്സ്റ്റ് ബുക്കിൽ പല രീതിയിലുണ്ട്. ഞാൻ ഇപ്പൊ ഇതിങ്ങനെ എടുത്തത്. അപ്പൊ ബേസ് എത്ര വരും? അപ്പം ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു H ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? H, സ്മോൾ h. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക്? ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു H². ഇത് നമ്മുടെ രണ്ടാമത്തത്. ഇവിടെ ഡെൻസിറ്റി ഞാൻ ഇവിടെ ഗാമ എന്ന് പറഞ്ഞെടുക്കുന്നു. ഓക്കെ, ചുമ്മാ ഡിനോട്ട് ചെയ്യുന്നതേ ഉള്ളൂ. W ഇങ്ങനെ കണ്ടുപിടിക്കുന്നു, P ഇങ്ങനെ കണ്ടുപിടിക്കാം. അങ്ങനെ 2 സ്റ്റെപ്പായി. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അവസാനം എന്തോ കണ്ടുപിടിക്കേണ്ടത്? ഇവിടത്തെ പ്രഷറാണ് കണ്ടുപിടിക്കേണ്ടത്. ഏറ്റവും ബോട്ടത്തിൽ വരുന്ന ബേസ് പ്രഷർ. അപ്പൊ തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് റിസൾട്ടന്റ് കണ്ടുപിടിക്കണം. റിസൾട്ടന്റ് ഇതേ സ്റ്റെപ്പുകൾ തന്നെയാണ് നമ്മുടെ റെക്ടാങ്കിൾ സെക്ഷനിലും ചെയ്യുന്നത്. നമ്മൾ ഇന്ന് പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ഫിഗറിൽ നമ്മൾ നോക്കിയാൽ ഇവിടെ P ഉണ്ട്, W ഉണ്ട്. ഇത് കാരണം എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഒരു റിസൾട്ടന്റ് ഫോഴ്സ് വരുന്നു.
അതിനെ ആർ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ആറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഇപ്പൊ ഈ രണ്ട് റിസൾട്ടന്റ്, ഈ രണ്ട് ഫോഴ്സും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയതുകൊണ്ട് നമുക്ക് റിസൾട്ടന്റ് ഇങ്ങനെ എഴുതാം, ആർ ഇസ് ഈക്വൽ ടു ഡബ്ല്യു സ്ക്വയർ പ്ലസ് പി സ്ക്വയർ. അപ്പൊ റിസൾട്ടന്റിന്റെ ആയി. ഇനി നാലാമത്തത് നമുക്ക് വേണ്ടത് ഇത് എവിടെയാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കണം. അതായത് ഇപ്പോൾ നമുക്ക് ഈ റിസൾട്ടന്റ് ഇതിന്റെ ഈ ഒരു പോയിന്റ്, ഇതാണ് അതിന്റെ ജോമെട്രിക് സെന്റർ, അതായത് സെന്റർ ഓഫ് ഗ്രാവിറ്റി. സെന്റർ ഓഫ് ഗ്രാവിറ്റിന്ന് ഈ ഡിസ്റ്റൻസിലാന്ന് പറഞ്ഞ് ഈ എന്തിനാ എടുക്കുന്നത്? നമ്മൾ അവസാനത്തെ നമ്മുടെ പ്രഷർ കണ്ടുപിടിക്കാനായിട്ടാണ് ഈ എടുക്കുന്നത്. ഓക്കെ, അപ്പോ ഈ സ്മോൾ ഇ എന്ന് പറയുന്നതാണ് എക്സെൻട്രിസിറ്റി. സോ നമുക്കത് അപ്പോൾ ഇനി കണ്ടുപിടിക്കാനായിട്ടുള്ളത് എക്സെൻട്രിസിറ്റി ആണ്. എക്സെൻട്രിസിറ്റി. ഓക്കെ, അപ്പൊ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ്. ഇനി അതിനായിട്ട് ഞാൻ ഈ ഡാമിനെ ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. അപ്പൊ ഈ കണ്ടുപിടിക്കാനായിട്ട് ഒന്നും കൂടെ ഞാൻ നമ്മുടെ ഫിഗർ ഒന്ന് വരയ്ക്കാം. ഓക്കെ, ആ ഡാമിനെ ഞാൻ ഇങ്ങനെ, അതിന്റെ ഡാമിന്റെ സൈഡ്സിനെ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു, ABCD. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് വാട്ടർ എന്ന് പറയുന്നത് ഈ ഹൈറ്റിലാണ്. H എന്ന് പറയുന്ന ഹൈറ്റിൽ വാട്ടർ ഉണ്ട്. H/3 വാട്ടർ പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്. അത് P എന്ന് പറഞ്ഞ് നോട്ട് ചെയ്തു. ഇതിന്റെ സെന്ററിലായിട്ട് W വരുന്നുണ്ട്. ഇതിന്റെ റിസൾട്ടന്റ് ആണ് ഈ R എന്ന് പറയുന്നത്. ഈ R എന്ന് പറയുന്നതാണ് ഇതിന്ന് E എന്ന് പറയുന്ന ഡിസ്റ്റൻസിലുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് E ആണ്. അപ്പൊ E കണ്ടുപിടിക്കാനായിട്ട് ഇപ്പം നമുക്ക് സാധാരണ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച റെക്ടാങ്കിൾ സെക്ഷൻ്റെ അകത്ത് E കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആയിരുന്നു. അതായത് നമുക്ക് ആകെ ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ മൊമെന്റ് എടുത്തിട്ട് അതിൽ നിന്നാണ് E കണ്ടുപിടിച്ചത് കഴിഞ്ഞ പ്രാവശ്യം. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് E കണ്ടുപിടിക്കാൻ പാടാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കുറച്ച് പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇതിന്റെ ഡെറിവേഷൻ ഒന്നും പഠിക്കാനായിട്ടില്ല, എന്റെ ഇക്വേഷൻ ആ സ്റ്റെപ്സ് ആണ് അറിയാനായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഡെറിവേഷൻ പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് പോകാത്തത്. ഈ പോയിന്റിനെ ഞാൻ ഇ എന്ന് മാർക്ക് ചെയ്യുന്നു. ഈ പോയിന്റിനെ ഞാൻ F എന്ന് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇയും എഫും. സോ അതായത് ഇതാണ് സ്മോൾ ഇ. സോ സ്മോൾ ഇ ഇസ് ഈക്വൽ ടു, ഈ ഡിസ്റ്റൻസ് ആണ് സ്മോൾ ഇ. അതെന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് CF-ന്ന് ഈ B/2, ഇത് B, ഇതാണ് B എന്ന് പറയുന്നത്. So E is equal to CF minus B/2. E is equal to CF minus B/2. ഇനി where CF is equal to CE plus EF. CE plus EF. ഓക്കെ, എന്താണെന്നുള്ള പറഞ്ഞുതരാം. CE plus EF. സോ ഇനി സിഇയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് സ്റ്റെപ്സ് ഒന്ന് എഴുതിയിട്ട് ഞാൻ ഫൈനലൈസ് ചെയ്ത് പറഞ്ഞുതരാം. A² plus AB plus B² divided by 3A plus B. Then EF is equal to P/W into H/3. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളും ഓർത്തിരിക്കണം. ഇതെന്താന്നുള്ളത് ഇപ്പൊ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം, എങ്ങനെയാ വന്നതെന്നുള്ളത്. ഓക്കെ, അതായത് ഇതെന്തിനാ ചെയ്തതെന്നുള്ളത് പറഞ്ഞുതരാം. ഇവിടെ 4th സ്റ്റെപ്പ് അങ്ങനെ നിൽക്കട്ടെ. നമ്മുടെ 5th സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് പ്രഷേഴ്സ്, ബേസ് പ്രഷർ. ഈ ബേസ് പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ അറിയാം, ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ ആദ്യം മറ്റേതിൻ്റെ അകത്ത് പഠിച്ച കണക്ക് തന്നെ P/A ± M/Z എന്നാണ്.
ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് W/B ഇൻറ്റു 1 ± 6E/B എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, കാരണം ഈ P എന്ന് പറയുന്നത് W ആണ്, M എന്ന് പറഞ്ഞാൽ W ഇൻറ്റു E ആണ്. അതിൽ നിന്നാണ് ഇത് കോമൺ എടുത്തത്. ഇനി ഏരിയ നമ്മൾ ഡാമിന്റെ എടുക്കുന്നത് എപ്പോഴും എടുക്കുന്നത് യൂണിറ്റ് വിഡ്ത്തിനാണ്, അതായത് 1 മീറ്ററിനാണ് ഏരിയ എടുക്കുന്നത്. അതുകൊണ്ട് ഇത് വരുന്നത് B ഇൻറ്റു 1 എന്നായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി ഇസഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇസഡ് ഇസ് ഈക്വൽ ടു I/Y. അതായത് നമ്മളൊരു റെക്ടാങ്കിൾ സെക്ഷൻ ആണെങ്കിൽ അതിന്റെ ഇസഡ് എന്ന് പറയുന്നത് ഇപ്പൊ DB²/6 എന്നാണ് കിട്ടുന്നത്. DB²/6. അതിൻ്റെ അകത്ത് D എന്ന് പറയുന്നത് 1 വരുന്നത്. കാരണം എന്താ, ഡാമിന്റെ നമ്മൾ യൂണിറ്റ് വിഡ്ത്ത് എടുക്കുന്നത്. അപ്പോൾ ഇസഡിനെ എനിക്ക് B²/6 എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. ഇസഡിനെ എനിക്ക് B²/6 എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ അപ്പൊ അങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, ഈ ഒരു വലിയ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രഷർ കിട്ടുന്നത്, പ്രഷർ ഇസ് ഈക്വൽ ടു W/B ഇൻറ്റു 1 ± 6E/B. ഓക്കെ, ഇതാണ് പ്രഷറിന്റെ ഇക്വേഷൻ. ഇതിൻ്റെ അകത്ത് 2 പ്രഷർ ഉണ്ട്, ഒന്ന് പ്ലസും ഉണ്ട് മൈനസും ഉണ്ട്. അതായത് മാക്സിമം പ്രഷർ എന്ന് പറഞ്ഞാൽ W/B ഇൻറ്റു 1 + 6E/B പ്ലസ് എടുക്കുന്നത്. ഇനി മിനിമം പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, W/B ഇൻറ്റു 1 − 6E/B. ഓക്കെ, ഇത് രണ്ടും കൂടെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം പോസിറ്റീവ് കിട്ടും, നെഗറ്റീവ് കിട്ടും. അതിൽ നിന്ന് നമുക്ക് കംപ്രഷൻ ആണോ ടെൻഷൻ ആണോ എന്ന് കിട്ടും. ഇതൊക്കെയാണ് നമ്മൾ ഇനിയാണ് 4th സ്റ്റെപ്പിൽ, അതായത് ഇതാണ് 5th സ്റ്റെപ്പ്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് അറിയാത്ത കാര്യം എന്ന് പറയുന്നത് ഈ ഇയുടെ വാല്യൂ ആണ്. ഇ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സെൻട്രിസിറ്റി. അതായത് നമ്മുടെ ബോഡിയിൽ നിന്ന് എത്രമാത്രം ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഈ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം. അപ്പൊ ആ ഒരു ഡിസ്റ്റൻസ് എത്രയാന്നുള്ളതാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ ഈ മോളി ചെയ്ത 4th സ്റ്റെപ്പിന്റെ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം. അപ്പൊ അതായത് നമുക്ക് മെയിനായിട്ട് നമുക്ക് 5 സ്റ്റെപ്പുകളാണ് ഉള്ളത്. ആദ്യം നമ്മൾ വെയിറ്റ് ഓഫ് ദ വാട്ടർ കണ്ടുപിടിക്കണം, രണ്ടാമത് നമ്മൾ വാട്ടർ പ്രഷർ കണ്ടുപിടിക്കണം, മൂന്നാമത് നമ്മൾ റിസൾട്ടന്റ് കണ്ടുപിടിക്കണം. ഇതെല്ലാം എന്തോ √W²/P², അങ്ങനെ റിസൾട്ടന്റ് എഴുതിച്ചു. നാലാമത് നമ്മൾ എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കണം. എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാനായിട്ടാണ് ഈ ഇക്വേഷൻ. അത് ഞാൻ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യും. എന്തിനാണ് എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കുന്നത്? ഈ പ്രഷർ എന്ന് പറയുന്ന ഈ ഇക്വേഷന്റെ അകത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് എക്സെൻട്രിസിറ്റി എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ അതായത് ഒന്നും കൂടെ ഡാമിന്റെ ബോഡി ഒന്ന് വരയ്ക്കാം. ഇവിടെ ഇതാണ് ഡാം, ഇതതിന്റെ ഗ്രൗണ്ട് ലെവല്. ഇപ്പം ഞാൻ ഇനിയിപ്പം നമ്മളെ വാട്ടർ പ്രഷർ ആക്ട് ചെയ്യുന്നത് ഇങ്ങനെ P എന്ന് പറയുന്ന ഒരു ഇതിലാണ് ആക്ട് ചെയ്യുന്നത്. അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് താഴേന്ന് H/3 ആണ്. ഈ H എന്ന് പറയുന്നത് നമ്മുടെ വാട്ടറിന്റെ എത്രയുണ്ടോ അതാണ്, അല്ലാതെ ടോട്ടൽ ഹൈറ്റ് അല്ല. ഇനി അടുത്തത് W. ഓക്കെ, W എന്ന് പറഞ്ഞാൽ എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ഈ ട്രപ്പിസോയിഡിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഇതാണ് ട്രപ്പിസോയിഡ്. ആ ട്രപ്പിസോയിഡിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ട്രപ്പിസോയിഡിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഫിഗർ കാണിച്ചു തരാം. ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒരു മിനിറ്റ്.
ഓക്കെ, സോ അതായത് ഇവിടെ ഇത് എ ബി സി ഡി, ഇതിൻ്റെ അകത്ത് ഈ പോയിന്റ് എന്ന് പറയുന്നത് റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്നത് ആർ. ഓക്കെ, റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്നത് ആർ. ആ പോയിന്റിനെ ഞാൻ എഫ് എന്ന് പറഞ്ഞിരുന്നു, ഇതിനെ ഞാൻ ഇ എന്ന് പറഞ്ഞിരുന്നു. ഇനി നമുക്ക് അറിയേണ്ട കാര്യം ഈ എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഏത് ഡിസ്റ്റൻസ് എന്ന് അറിയണം. എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിന്ന്, ഈ പോയിന്റിൽ നിന്നല്ല, ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിന്ന് ഈ വരുന്ന ഡിസ്റ്റൻസ്, ഇതാണ് ഇ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൻ്റെ അകത്ത് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ബി ആണ്. ഓക്കെ, ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ബി ആണ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് ആക്ട് ചെയ്യുന്നത് ബി ബൈ ടൂയിലായിരിക്കും, ബി ബൈ ടൂയിലാണ്. അപ്പോൾ സി ഇ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു സി എഫ് മൈനസ് ഇതുവരെയുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ബി ബൈ ടു. സി എഫ് മൈനസ് ബി ബൈ ടു. ഇനി ഈ സി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ബൈ ടു എന്ന് എടുക്കാൻ കാരണം എന്താ, ഇതുവരെയാണ് ബി ബൈ ടു ഉള്ളത്. അപ്പം ഇ എന്ന് നമുക്ക് സി എഫ് എന്ന് പറഞ്ഞാൽ ഇത് തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് സി എഫ്. അപ്പൊ സി എഫ് എന്ന് പറയുമ്പം എന്തൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും, അപ്പം അല്ലെങ്കിൽ തിരിച്ചെഴുതിയാൽ സി എഫ് ഇസ് ഈക്വൽ ടു ബി ബൈ ടു പ്ലസ് ഇ. എൻ്റെ ഇത് ബി ബൈ ടു നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻ അറിയാൻ പറ്റും. അപ്പൊ ഇ എന്ന് പറഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുത്താൽ ടോട്ടൽ ലെങ്ത് സി എഫ്, അതിൽ നിന്ന് ബി ബൈ ടു കുറയ്ക്കുന്നത്. ഇനി നമുക്ക് അറിയേണ്ട കാര്യം ബി ബൈ ടു അറിയാം, ഇനി സി എഫ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കണം. സി എഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം, സിഇ പ്ലസ് ഇ എഫ് എന്ന് പറഞ്ഞ് എഴുതാം, സിഇ പ്ലസ് ഇ എഫ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇ എഫ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസ് നമ്മൾ കഴിഞ്ഞ റെക്ടാങ്കിളിന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് ഒരു മൊമെന്റ് എടുക്കുക, ഈ ഒരു പോയിന്റിൽ നിന്ന് ഞാൻ മൊമെന്റ് എടുക്കുവാണ്. ഓക്കെ, ഈ ഒരു പോയിന്റിൽ നിന്ന് മൊമെന്റ് എടുക്കുന്നു. ഈ ഒരു പോയിന്റിൽ നിന്ന് മൊമെന്റ് എടുക്കുമ്പോൾ എന്തൊക്കെ ഫോഴ്സ് കാണും, ഒന്ന് പി കാണും, പിന്നെ അതുകൂടാതെ ആറും ഉണ്ട്. പക്ഷേ ഈ ആറെന്ന് പറയുന്ന ഫോഴ്സ് ശരിക്കും എന്താണ്, രണ്ട് ഫോഴ്സസ് ആണ്. അതായത് ഒന്ന് ഡബ്ല്യു, ഒന്ന് പി യു ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പോയിന്റിൽ നിന്ന് മൊമെന്റ് എടുക്കുമ്പോൾ ഏതൊക്കെ ഫോഴ്സ് കാരണം മൊമെന്റ് ഉണ്ടാവും, ഒന്ന് നമുക്ക് ഏതൊക്കെ ഫോഴ്സ് ഉണ്ടെന്ന് ആദ്യം നോക്കാം. പി ഉണ്ട്, ഡബ്ല്യു ഉണ്ട്, പിന്നെ ഉണ്ട് ആർ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഡബ്ല്യു ഇവിടെ തന്നെ ആയതുകൊണ്ട് ഇതുകൊണ്ട് എന്തായാലും ഫോഴ്സ് മൊമെന്റ് ഉണ്ടാവത്തില്ല. പി കൊണ്ട് മൊമെന്റ് ഉണ്ടാവും. പിന്നെ വരുന്നത് ആറാണ്. ആറിന് തന്നെ രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് പി യു ഉണ്ട്, വീണ്ടും ഉണ്ട് പി. പക്ഷെ ഇവിടെ കണ്ടോ, ഇത് ഒറ്റ ലൈനില്ല, ഇതുകൊണ്ട് ഉണ്ടാവത്തില്ല, പക്ഷെ ഇതുകൊണ്ട്. അപ്പൊ എന്തൊക്കെ ഫോഴ്സ് കൊണ്ടാണ് ഉണ്ടാവുന്നത്, പിയും ഡബ്ല്യുവും കൊണ്ട് മാത്രമാണ്. അപ്പൊ ഇവിടെ നിന്ന് മൊമെന്റ് എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, അതായത് ഈ ഡിസ്റ്റൻസ് എത്രയാ, എച്ച് ബൈ ത്രീ. അതായത് പി ഇൻറ്റു എച്ച് ബൈ ത്രീ. അതെങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു ഇ, ഡബ്ല്യു ഇൻറ്റു ഇ എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിൽ നിന്ന് എന്തായി, പി ഇൻറ്റു എച്ച് ബൈ ത്രീ ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു ഇ. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ ഡബ്ല്യു ഇങ്ങോട്ട് എടുക്കുന്നു, ദാറ്റ് ഈസ് ഇ ഈസ് ഈക്വൽ ടു പി ബൈ ഡബ്ല്യു ഇൻറ്റു എച്ച് ബൈ ത്രീ. ഓക്കെ, ഇത് കഴിഞ്ഞ റെക്ടാങ്കിളിന്റെ അകത്ത് പറഞ്ഞതാണ്. അപ്പം ഇനി സോറി, ഇ അല്ല, ഇത് സി എഫ് ആണ്. ഓക്കെ, സി എഫ് ഇസ് ഈക്വൽ ടു, ഇപ്പൊ ഇതിൻ്റെ അകത്തുള്ള ഇ എഫ് ആണ്. അതായത് ഇ എഫ് ഇസ് ഈക്വൽ ടു ഈ ഡിസ്റ്റൻസ് ഇ എഫ് ഇൻറ്റു ഡബ്ല്യു, ദാറ്റ് ഈസ് ഇ എഫ് ഇൻറ്റു ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി ഇൻറ്റു എച്ച് ബൈ ത്രീ, ദാറ്റ് ഈസ് ഇ എഫ് ഇസ് ഈക്വൽ ടു പി ബൈ ഡബ്ല്യു ഇൻറ്റു എച്ച് ബൈ ത്രീ. അപ്പൊ ഇതിൻ്റെ അകത്ത് അപ്പം സി എഫ് എന്ന് പറഞ്ഞാൽ സിഇ പ്ലസ് ഇ എഫ് എന്നാണ്. ദാറ്റ് ഈസ് ഇതിൻ്റെ അകത്ത് ഇ എഫിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്, പി ബൈ ഡബ്ല്യു ഇൻറ്റു എച്ച് ബൈ ത്രീ. ഇനി അടുത്തുള്ള എന്തുവാണ്, സിഇ എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്. ഓക്കെ,
ഈ ഡിസ്റ്റൻസ് ഇതാണ് ഞാൻ ട്രപ്പിസോയിഡിന്റെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ്. ഒരു ട്രപ്പിസോയിഡിന്റെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ട്രപ്പിസോയിഡ് ഉണ്ട്, ഇത് എയും ഇത് ബിയും ആണെങ്കിൽ ഇതിന്റെ സെൻട്രോയിഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതുവരെയുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 ടൈംസ് ഓഫ് എ പ്ലസ് ബി. എ സ്ക്വയർ മുകളിലുള്ളത് പ്ലസ് എ ബി എന്ന് പറഞ്ഞാൽ താഴത്തെയും ഇതിന്റെ വിട്ടുകൾ ഇൻറ്റു എ ബി പ്ലസ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ 3a പ്ലസ് ബി. ഈ കിട്ടുന്നതായിരിക്കും ഈ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഇതിനുള്ള ഇക്വേഷൻ ആണ് ഇത്. ഇതിപ്പോ പല സൈഡിൽ നിന്നുള്ള ഡിസ്റ്റൻസുകൾ നമുക്ക് എഴുതാം. നിങ്ങൾ ഇത് മാത്രം ആലോചിച്ചാൽ മതി. നമുക്ക് ഈ ഒരു ഇതാണ് സെൻട്രോയിഡൽ ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ. ഇതിന്റെ ഡെറിവേഷൻ ഒന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഇത് എങ്ങനെയാണ് ഡിറൈവ് ചെയ്ത് വന്നതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ടോസ് 1 പഠിച്ചിട്ടില്ലേ? എക്സ് ബാർ ഇസ് ഈക്വൽ ടു a1 x1 പ്ലസ് a2 x2 ഡിവൈഡഡ് ബൈ a1 പ്ലസ് a2. ഈ ഇക്വേഷൻ ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അത് ഈ ഏത് ആക്സിസിൽ നിന്ന്? ഈ ആക്സിസിൽ നിന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ നാലാമത്തെ സ്റ്റെപ്പില് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇ ആണ്. ഓക്കെ, ഇ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ ഇ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻസ് ആണ് ഈ തന്നിരിക്കുന്നത്. ഇ എന്ന് പറഞ്ഞാൽ ഇതാണ് സി എഫ് മൈനസ് ബി ബൈ 2. അതിൻ്റെ അകത്ത് സി എഫ് എന്ന് പറയുന്നത് സിഇ പ്ലസ് ഇ എഫ് ആണ്. സിഇ എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ വെച്ചും ഇ എഫ് എന്ന് പറയുന്ന ഈ ഇക്വേഷൻ വെച്ചും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം ഇനി ഒരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പൊ ഈ 5 സ്റ്റെപ്പുകൾ വെച്ചുകൊണ്ടുള്ള ഒരു ചെറിയ പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമുക്ക് ഇവിടെ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ഇപ്പം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഞാൻ ക്വസ്റ്റ്യൻ ഫുൾ ആയിട്ട് എഴുതുന്നില്ല. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് there is a concrete dam, it is trapezoidal in shape. ഒരു കോൺക്രീറ്റ് ഡാം ഉണ്ട്, അത് ട്രപ്പിസോയിഡൽ ഇൻ ഷേപ്പ് ആണ്. അതിന്റെ ടോപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത് 3 മീറ്റർ, ബോട്ടം വിഡ്ത്ത് 7 മീറ്റർ. പിന്നെ ടോപ്പ് വിഡ്ത്ത് 3 മീറ്റർ, ബോട്ടം വിഡ്ത്ത് തന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ ഹൈറ്റ് നമുക്കറിയണം. സോ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 12 മീറ്റർ എടുക്കുകയാണ്. ടോട്ടൽ ഹൈറ്റ് ഇസ് ഈക്വൽ ടു 12 മീറ്റേഴ്സ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് ഒരു കോൺക്രീറ്റ് ഡാം, ട്രപ്പിസോഡൽ ഷേപ്പ്, ടോപ്പ് വിഡ്ത്ത് 3 മീറ്റർ, ബോട്ടം വിഡ്ത്ത് 7 മീറ്റർ, ഹൈറ്റ് 12 മീറ്റർ. ഇനി ഇറ്റ് ഈസ് ഹാവിങ് വാട്ടർ അപ് ടു 12 മീറ്റർ. അതായത് 12 മീറ്റർ ആണ് ഹൈറ്റ്. ആ 12 മീറ്റർ വരെ വാട്ടർ ഉണ്ടെന്ന് അസ്യൂം ചെയ്യുന്നു. We have to find out the pressure at the base. ബേസിൽ ഉണ്ടാവുന്ന പ്രഷർ കണ്ടുപിടിക്കണം. ഓക്കെ, ഇത്രയാണ് പ്രഷർ അല്ലെങ്കിൽ സ്ട്രെസ് കണ്ടുപിടിക്കണം. 2 രീതിയിലും ചിലപ്പോൾ ചോദിക്കുക, രണ്ടും ഒന്ന് തന്നെയാണ് സ്ട്രെസ്. ഓക്കെ, അപ്പോൾ ഒരു കോൺക്രീറ്റ് ഡാം തന്നിട്ടുണ്ട്, അത് ട്രപ്പിസോയിഡൽ ഷേപ്പാണ്, അതിന്റെ പ്രഷർ കണ്ടുപിടിക്കണം. നമ്മളിപ്പം ഈ ഡിസ്കസ് ചെയ്ത ഇതേ കാര്യങ്ങൾ തന്നെ. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ഒരു ഫിഗർ വരയ്ക്കണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കാം. ടോപ്പ് വിഡ്ത്ത് തന്നിരിക്കുന്നത് 3 മീറ്റർ ആണ്. ബോട്ടം വിഡ്ത്ത് തന്നിരിക്കുന്നത് 7 മീറ്റർ ആണ്. ഇത് അതിന്റെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യുന്നു. ഫിഗർ മിക്കവാറും എക്സാമിന് തരത്തില്ല. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് ഹൈറ്റ് 12 മീറ്റർ ആണ്. ഇത്രയും ഹൈറ്റിൽ തന്നെ വാട്ടർ ഉണ്ടെന്നാണ് നമ്മൾ തന്നിരിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് കാര്യം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്തുമായിരിക്കും വേണ്ടത്? ഇത് കൂടാതെ ഇതിൻ്റെ അകത്ത് തന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഡെൻസിറ്റി ഓഫ് കോൺക്രീറ്റ് 25 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ഡെൻസിറ്റി. ഇനി ഡെൻസിറ്റി ഓഫ് വാട്ടറിന്റെ ഡെൻസിറ്റി എടുക്കുന്നത് ഒരു 10 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. ഈ കാര്യങ്ങൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ്റെ അകത്ത് തരും, ചിലപ്പം തരത്തില്ല.
രണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ രണ്ട് മെറ്റീരിയൽ ഇവിടെ ഉള്ള, ഒന്ന് ഇവിടെ കോൺക്രീറ്റും ഈ സ്ഥലത്ത് വാട്ടറും, അതുകൊണ്ടാണ് അത് തന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് വൺ, വെയിറ്റ് ഓഫ് ദി ഡാം. ഫസ്റ്റ് സ്റ്റെപ്പ് വെയിറ്റ് ഓഫ് ദി ഡാം പെർ യൂണിറ്റ് ലെങ്ത്. ഒരു മീറ്ററിലുള്ള ലെങ്തിലുള്ള ഡാമിന്റെ വെയിറ്റ് നമ്മൾ അതിനെ അസ്യൂം ചെയ്യുന്നത് W എന്ന് പറഞ്ഞ് എടുക്കുന്നു. W. ഓക്കെ, സോ W ഇസ് ഈക്വൽ ടു, വെയിറ്റ് എന്ന് പറഞ്ഞാല് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ. ഡെൻസിറ്റി ഇൻറ്റു ഏരിയ. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25. ഇനി ഏരിയ എന്തായിരിക്കും ഈ ട്രപ്പിസോയിഡിൻ്റെത്? ടോപ്പ് വിഡ്ത്ത് ഉണ്ട്, ബോട്ടം വിഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതായത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തിരിക്കണം. ഇപ്പം ടോപ്പ് വിഡ്ത്ത് A, ബോട്ടം വിഡ്ത്ത് B, ഇത് ഹൈറ്റ്. ഇതിന്റെ ഏരിയ എങ്ങനെയായിരിക്കും? ഏരിയ എന്ന് പറഞ്ഞാൽ A പ്ലസ് B ബൈ 2 ഇൻറ്റു H. ഇതാണ് ഇക്വേഷൻ, ട്രപ്പിസോയിഡിന്റെ ഇക്വേഷൻ. A പ്ലസ് B ബൈ 2 ഇൻറ്റു H. അതായത് ഇവിടെ A എന്ന് പറയുന്നത് 3 പ്ലസ് 7 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു H എന്ന് പറയുന്നത് 12. ഇതാണ് ഏരിയ. ഈ ടോട്ടൽ ആണ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് 1500 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്നാണ് തരുന്നത്. പെർ മീറ്റർ വരാനുള്ള കാരണം എന്താ? ഒരു യൂണിറ്റ് ലെങ്തിലാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായി? ആദ്യത്തെ വെയിറ്റ് കിട്ടി, വാട്ടറിന്റെ വെയിറ്റ് കിട്ടി. രണ്ടാമത് വാട്ടർ പ്രഷർ ഡ്യൂ ടു വാട്ടർ. പ്രഷർ ഡ്യൂ ടു വാട്ടർ ആദ്യം കണ്ടുപിടിച്ചത് സെൽഫ് വെയിറ്റ് ആണ്, അടുത്തത് വാട്ടർ പ്രഷർ. സോ വാട്ടർ പ്രഷർ എടുക്കുമ്പോൾ അതിനെ P എന്ന് ഞാൻ ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, P എന്ന് ഞാൻ ഡിനോട്ട് ചെയ്യുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വാട്ടർ പ്രഷർ ആക്ട് ചെയ്യുന്നത് ഡയറക്റ്റ് ഇക്വേഷൻ ഇടുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നത്? വാട്ടർ പ്രഷർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കണ്ടുപിടിക്കാനായിട്ട്. ഡെൻസിറ്റി ഓഫ് ദ വാട്ടർ ഇൻറ്റു ഹൈറ്റ്, എത്രയാണോ വാട്ടറിന്റെ ഉള്ളത്, ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഇതാണ് ഗാമ H²/2. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർത്തിരിക്കാം. ഇല്ലെങ്കിൽ ഇത് എങ്ങനെ വരുന്നതെന്ന് നോക്കിയാൽ മതി. നമുക്ക് വാട്ടർ പ്രഷർ ഇങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുന്നത്. എങ്ങനെയാ? ഒരു ട്രയാങ്കിൾ ആയിട്ട്. ഈ ട്രയാങ്കിളിന്റെ ഈ ഓർഡിനേറ്റ്, ഈ താഴെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് ഇതിന്റെ ഡെൻസിറ്റി, വാട്ടറിന്റെ ഡെൻസിറ്റി റോ. ആ റോ ഇൻറ്റു ഈ ഹൈറ്റ്, എത്രയാണോ വാട്ടർ ഉള്ളത്, റോ ഇൻറ്റു ഹൈറ്റ്, ഇത് ഞാൻ H എന്നെടുത്തു. ഇതാണ് ഈ ഓർഡിനേറ്റ്. അപ്പൊ ഇതിന്റെ ഏരിയ എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു ബേസ് റോ ഇൻറ്റു H. അതുകൊണ്ടാണ് ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു H²/2 H² എന്ന് പറഞ്ഞ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇതാണ് അതിന്റെ എങ്ങനെയാ കിട്ടിയെന്നുള്ളതാണ് പറഞ്ഞത്. ഇപ്പൊ 10 ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 12 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. അപ്പൊ എത്ര വരുന്നു? ഇത് ഏകദേശം 120 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പൊ നമുക്ക് എന്തൊക്കെയായി? വെയിറ്റ് ഓഫ് ദ വാട്ടറുമായി, വെയിറ്റ് ഓഫ് ദ ഡാമുമായി, പ്രഷർ ഓഫ് ദി വാട്ടറുമായി, രണ്ടിന്റെ ഇത് കിട്ടി. അടുത്തെന്തോ മൂന്നാമതായിട്ടുള്ളത്? റിസൾട്ടന്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് R എന്നാണ്. അപ്പൊ R ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് P² പ്ലസ് W². ഇവിടെ ഞാനിപ്പോൾ ഓരോ സ്റ്റെപ്പും ഇവിടെ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് പറയാനുള്ള കാരണം, ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോന്നിനും മാർക്കുണ്ട്. ഇപ്പൊ നമുക്കൊരു 8 മാർക്കോ അല്ലെങ്കിൽ 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇത് ഓരോന്നും കണ്ടുപിടിക്കുന്നതിന്, വാട്ടർ പ്രഷർ കണ്ടുപിടിക്കുന്നതിന് 2 മാർക്ക്. അപ്പം മിക്കവാറും നിങ്ങൾ എക്സാമിന് പോകുമ്പോഴത്തേക്ക് ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ അകത്ത് ചുമ്മാ ഒരു സ്റ്റെപ്പ് ഒന്നും എഴുതാതെ ചുമ്മാ അങ്ങ് എഴുതി കണ്ടുപിടിച്ച് അങ്ങ് വെച്ചേക്കും. അപ്പം കറക്റ്റ് ഓർഡറിൽ എഴുതി പോയാൽ നമുക്ക് നല്ല രീതിയിൽ ഇതിന്റെ മാർക്ക് സ്കോർ ചെയ്യാം. എവിടെയെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ പോലും നമുക്ക് ഇതിന്റെ സ്റ്റെപ്പുകൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നിന്ന് ആകെ 1-2 മാർക്കോ മാത്രമേ കുറയ്ക്കത്തുള്ളൂ. ബാക്കി സ്റ്റെപ്പ് അറിയാമെങ്കിൽ അതിന്റെ ന്യൂമറിക്കലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകൾ ഉണ്ടെങ്കിലും നമുക്ക് മാർക്ക് ഏകദേശം ഇപ്പോൾ ഒരു 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആൻസേഴ്സ് ഇപ്പോൾ ഫൈനൽ ആൻസർ തെറ്റാണെങ്കിൽ പോലും നമുക്ക് ഏകദേശം നല്ല മാർക്ക് തന്നെ അതിൻ്റെ അകത്ത് കിട്ടും. അതുകൊണ്ടാണ് ഈ സ്റ്റെപ്പ് എഴുതാൻ പറയുന്നത്. പിന്നെ സ്റ്റെപ്പ് അത് ഓർഡറിൽ തന്നെ എഴുതണം. അപ്പൊ P ആദ്യം W കണ്ടുപിടിച്ചു, പിന്നെ P കണ്ടുപിടിച്ചു, ഇനി നമ്മൾ R കണ്ടുപിടിക്കുന്നു, റിസൾട്ടന്റ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ 1500 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 120 ദ ഹോൾ സ്ക്വയർ. അപ്പം നമുക്ക് ഇവിടെ 10 ഇൻറ്റു 12 ദ ഹോൾ സ്ക്വയർ എന്നാണ് അല്ലേ? 10 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ ഞാൻ 120 ആണോ എന്ന് ചെക്ക് ചെയ്തോട്ടെ. ഐ തിങ്ക് 720 ആണെന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. 10 ഇൻറ്റു 12 ദ ഹോൾ സ്ക്വയർ.
ഓക്കെ 720 ആണ് ഈ വാല്യൂ എന്ന് പറയുന്നത് 720. അപ്പൊ ഒന്ന് 1500 മറ്റത് 720. ഒരെണ്ണം 1500 മറ്റേത് നമുക്ക് കിട്ടുന്നത് 720. ഓക്കെ, സോ അതിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത്, ഇതിന്റെ ടോട്ടൽ റിസൾട്ടന്റ് എന്ന് പറയുന്നത് 1663.83 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഇതാണ് റിസൾട്ടന്റ്. പിന്നെ നമുക്ക് ആ ഒരു ഒന്നും കൂടെ ആ ഫോഴ്സ് വെച്ചുകൊണ്ടുള്ള ഫിഗർ ഒന്ന് വരച്ചു നോക്കാം. നമ്മുടെ ആദ്യത്തെ 3 സ്റ്റെപ്പ് കഴിഞ്ഞു. ഓക്കെ, ഇനി ആ ഫോഴ്സസ് വെച്ചുകൊണ്ടുള്ള ഫിഗർ ഒന്ന് വരയ്ക്കാം. അതായത് നമുക്ക് പി എന്ന് പറയുന്ന ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നു. ഇനി ഡബ്ല്യു എന്ന് പറയുന്ന ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നു. പിന്നെ ഉള്ള എന്താണ് റിസൾട്ടന്റ്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഇപ്പം കണ്ടുപിടിച്ച് നിർത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് അറിയേണ്ടത് ഇതിന്റെ എക്സെൻട്രിസിറ്റി ആണ്. ഏത് ഈ ആർ എന്ന് പറയുന്നത് എവിടെയാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത്. അതായത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ബി ആണ്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എ ആണ്. എയും ബിയും. എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാമിന്റെ നടുക്കെന്ന് പറഞ്ഞാൽ ഈ ഡാമിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ ബി ആണ്. ബി എന്ന് പറയുന്നത് ഇത് ഏകദേശം b/2 എന്ന് പറയുന്ന ഏകദേശം ഈ പോയിന്റ് ആയിരിക്കും വരുന്നത്. ഈ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് b/2. അപ്പൊ എന്താണ് എക്സെൻട്രിസിറ്റി എന്നുള്ളത് ശ്രദ്ധിക്കുക. എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഇതിന്റെ സെന്ററിൽ നിന്ന് എത്ര മാറിയിട്ടാണ് ഈ റിയാക്ഷൻ വന്നിരിക്കുന്നത്, റിസൾട്ടന്റ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഡിസ്റ്റൻസ് ആണ് ഇ. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ആണ് ഇ. ഇതാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ ഡബ്ല്യു ആക്ട് ചെയ്യുന്നത് ഇപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഈ ഡബ്ല്യു ആക്ട് ചെയ്യുന്നത് നമ്മുടെ ഇപ്പോൾ ഇങ്ങനെ ഒരു റെക്ടാങ്കിൾ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇതിൻ്റെ അകത്ത് ഡബ്ല്യു ആക്ട് ചെയ്യുന്നത് എവിടെയായിരുന്നു? ഇതിന്റെ b/2 തന്നെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. കാരണം എന്താ? ഇതിന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് b/2 തന്നെയാണ്. പക്ഷേ ഈ ട്രപ്പിസോയിഡിന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് b/2 ആയിരിക്കുമോ? അല്ല. കാരണം എന്താ? ഇത് അതാണ് നേരത്തെ നമ്മൾ എഴുതിയത് a² + ab + b². കാരണം ഇത് ട്രപ്പീസിയമാണ്. അത് അങ്ങോട്ട് ഒരിക്കലും അതിന്റെ ഇതിന്റെ ഈ b/2 വരത്തില്ല. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ അകത്ത് ഇവിടെ ഒരു എക്സ്ട്രാ സ്റ്റെപ്പിന്റെ ആവശ്യമില്ലായിരുന്നു. കാരണം ഇങ്ങനെ നമ്മൾ r ആക്ട് ചെയ്താൽ ഈ എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് ആയിരുന്നു, നമുക്ക് എളുപ്പമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു പർട്ടിക്കുലർ കേസിൽ നമുക്കിത് ഇങ്ങനെ, അതുകൊണ്ടാണ് ഇവിടെ കുറെ കൺഫ്യൂഷൻ വരുന്ന കുറെ സ്റ്റെപ്സുകൾ വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിപ്പം മനസ്സിലാക്കുക നിങ്ങൾ. ഡബ്ല്യു ആക്ട് ചെയ്യുന്നു. ഈ ഡബ്ല്യു എന്നുള്ള ഡിസ്റ്റൻസ് അല്ല ഇ എന്ന് പറയുന്നത് നമ്മുടെ ഇതിന്റെ ബേസിന്റെ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. അതാണ് ഇ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇ. അപ്പൊ നമുക്ക് ഇനി എന്തോ കണ്ടുപിടിക്കാൻ, ഈ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിനായിട്ടാണ് നമ്മൾ ഇവിടെ എ ബി സി ഡി, പിന്നെ ഈ പോയിന്റിനെ ഇ എന്ന് മാർക്ക് ചെയ്യുന്നു, ഈ പോയിന്റിനെ എഫ് എന്ന് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇയും എഫും. അപ്പൊ ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു പാർട്ട് ഇവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ 4th സ്റ്റെപ്പാണ്. അപ്പൊ 4th സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ടുപിടിക്കാൻ നമ്മൾ പോകുന്നത്? എക്സെൻട്രിസിറ്റി. എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാല് സ്മോൾ ഇ, ഇതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഇത് നോക്കുക. ഇതിനകത്ത് നോക്കിയാൽ ഇ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഇ എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പോയിന്റിൽ നിന്ന് എടുക്കുവാണ്. ഓക്കെ, ഈ പോയിന്റിൽ നിന്ന് പറഞ്ഞാൽ സി എഫ് ആണ് ടോട്ടൽ. ഇത് തൊട്ട് ഇവിടം വരെ ഉള്ളത് CF. അതിൽ നിന്ന് b/2 കുറച്ചാൽ എനിക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടും. അതായത് E = CF - b/2. b/2 എനിക്കറിയാം, 7 ആണ് ബി. അതിൽ നിന്ന് കണ്ടുപിടി. ഇനി അപ്പൊ അടുത്തെന്ത് വേണം? CF അറിയണം. ഓക്കെ, CF അറിയണം. അപ്പൊ CF എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? CE + EF. അപ്പൊ CF എന്ന് പറഞ്ഞാല് CE + EF. ഓക്കെ, ഇനി CE എന്ന് പറഞ്ഞാൽ ഈ ട്രപ്പിസോയിന്റെ ഈ W ആക്ട് ചെയ്യുന്ന പ്ലേസ്. അപ്പൊ W ആക്ട് ചെയ്യുന്ന കണ്ടുപിടിക്കാനായിട്ട് ആണ് നേരത്തെ ഇക്വേഷൻ a² + ab + b² / a + b × 3.
അല്ലെങ്കിൽ 3a+b. ഓക്കെ, അപ്പം സി കണ്ടുപിടിക്കുവാണ്. ദാറ്റ് ഈസ് 3 സ്ക്വയർ. എ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 3 ഇൻറ്റു 7 ഇൻറ്റു 7 സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 + 7 ഇൻറ്റു 3. ഇതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2.683 എന്ന് പറഞ്ഞ് കിട്ടും. അതായത് ഈ ഡിസ്റ്റൻസ് സി എന്ന് പറഞ്ഞാൽ കിട്ടി. അടുത്തത് വേണ്ടത് ഇ എഫ് ആണ്. ഓക്കെ, ഇ എഫ്. ഇ എഫിനാണ് നേരത്തെ ഞാൻ ഇക്വേഷൻ പറഞ്ഞത് P/W ഇൻറ്റു H/3. ഇതാണ് ഇ എഫിന്റെ ഇക്വേഷൻ. പി എന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ പ്രഷർ. വാട്ടറിന് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 720 ഡിവൈഡഡ് ബൈ 1500 ഇൻറ്റു എച്ച്. എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളത്തിന്റെ ഹൈറ്റ്, വാട്ടറിന്റെ ഹൈറ്റ്. വാട്ടർ ഇവിടെ നമുക്ക് ടോട്ടൽ ഈ ഡാമിന്റെ ഫുൾ ലെങ്തിൽ വാട്ടർ ഉണ്ട്, ഫുൾ ഹൈറ്റിൽ. അപ്പൊ ഇൻറ്റു ഇത്രയും. അത് കിട്ടുന്ന നമുക്ക് ഏകദേശം 1.92 എന്ന് പറഞ്ഞ് കിട്ടും. 1.92. അപ്പൊ എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് ഇ ഈസ് ഈക്വൽ ടു 2.633 പ്ലസ് 1.92 മൈനസ് b/2. ബി എന്ന് പറഞ്ഞാൽ 7 ഡിവൈഡഡ് ബൈ 2. അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇയുടെ വാല്യൂ കിട്ടുന്നത് 1.053 മീറ്റർ. 1.053 മീറ്റേഴ്സ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ ആകെ ഒരു കാര്യം നിങ്ങൾക്ക് മെയിൻ ആയിട്ട് കൺഫ്യൂഷൻ വരേണ്ടത് ഈ ഒരു ഫിഗർ മാത്രം നിങ്ങൾ നോക്കിയത്. ഞാൻ ആദ്യമേ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സ്റ്റെപ്പ് പറഞ്ഞിട്ട് അവിടെ ഒരു കൺഫ്യൂഷൻ വന്നെന്ന് എനിക്കറിയാം. സ്റ്റെപ്പ് പറഞ്ഞിട്ട് ഇത് പ്രോബ്ലത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. ഇത്രേ ഉള്ളു കാര്യം. നമുക്കിവിടെ ഒന്നും കൂടെ പറഞ്ഞുതരാം. നമുക്ക് 3 ഫോഴ്സസ് ആണ് വരുന്നത്. ഒന്ന് പ്രഷർ വാട്ടറിൻ്റെത്, പിന്നെ ഒന്ന് ഈ W. ഓക്കെ, അങ്ങനെ 2 ഫോഴ്സ്. ഈ 2 ഫോഴ്സും കാരണം എന്തുണ്ടാവുന്നു? ഈ R എന്ന് പറയുന്ന വലിയ റിസൾട്ടന്റ് ഉണ്ടാവുന്നു. ഈ റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? √P² + W². ഓക്കെ, അത്രയായി. ഇനി നമുക്ക് എന്തോ ചെയ്യേണ്ടത്? പ്രഷർ കണ്ടുപിടിക്കണം. പ്രഷർ, അതായത് ബേസിൽ ഉണ്ടാവുന്ന പ്രഷർ അല്ലെങ്കിൽ സ്ട്രെസ് കണ്ടുപിടിക്കണം. അതിൻ്റെ അകത്ത് നമുക്ക് എന്തറിയണം? എക്സെൻട്രിസിറ്റി അറിയണം. അതായത് ഇത് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ് നടക്കുന്നുള്ളത്. അപ്പൊ നമ്മൾ ഇത് നോക്കുമ്പോൾ ഈ ഡാമിന്റെ സെന്റർ എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. ഡാമിന്റെ ബേസിലെ സെന്റർ എന്ന് പറയുന്നത് b/2 ബേസ് ബി ആയതുകൊണ്ട് അതിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇ. ഓക്കെ, അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ കണ്ടുപിടിക്കേണ്ട ഇ ആണ്. ഈ ഇ കണ്ടുപിടിക്കാനായിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഇവിടെ ABCD എന്നൊക്കെ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ ഡിനോട്ടേഷൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. താഴെ നിന്ന് ABCD എടുക്കാം, മോളിൽ, അത് നിങ്ങളുടെ ഇഷ്ടം. ഇനി ഇ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഇവിടെ ക്യാപിറ്റൽ ഈ ഡിസ്റ്റൻസിനെ ഇ എന്നും ഈ പോയിന്റിനെ എഫ് എന്നും പറഞ്ഞ് ഡിനോട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഫിഗർ നോക്കുമ്പോഴത്തേക്ക് ഈ സ്മോൾ ഇ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ടോട്ടൽ ഡിസ്റ്റൻസിൽ നിന്ന് ഈ ചെറിയ ഡിസ്റ്റൻസ് കുറയ്ക്കുന്നത്. അതായത് ഇ എന്ന് പറഞ്ഞാൽ CF - b/2. ഇനി അപ്പൊ നമ്മൾ വീണ്ടും നോക്കുന്നു. CF എന്ന് പറഞ്ഞാൽ എന്താണ്? CFനെ എങ്ങനെ എഴുതാം? CE, ഈ ഡിസ്റ്റൻസ് പ്ലസ് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ് എഴുതാം. CF is equal to CE plus EF എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ ഇനി അതിൻ്റെ അകത്ത് തന്നെ CE എന്ന് പറഞ്ഞാൽ ഈ ട്രപ്പിസോയിന്റെ സെന്റർ. അതിനാണ് നമ്മുടെ ഇക്വേഷൻ ഉള്ളത് A² + AB + B² ഡിവൈഡഡ് ബൈ 3 × A + B. അതേതാണ്? സി. അതിൽ നിന്ന് കിട്ടും. രണ്ടാമത് EF എന്ന് പറഞ്ഞാൽ EF കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ നിന്ന് മൊമെന്റ് ഒക്കെ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ മൊമെന്റ് എടുക്കുന്നത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിലും ആ ഇക്വേഷൻ മാത്രം ഓർത്തിരിക്കുക. ഈ EF എന്ന് പറഞ്ഞാൽ P/W × H/3. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ ചെയ്തത്. ഇത്രയും ചെയ്ത് എന്തിനാണ്? ഈ ഇ കണ്ടുപിടിക്കാനായിട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? നമ്മുടെ ഫോർത്ത് സ്റ്റെപ്പിലുള്ള ഇ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 5th സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ പ്രഷേഴ്സ് അല്ലെങ്കിൽ ദി ബേസ് സ്ട്രെസ്. ഓക്കെ, അതിൻ്റെ അകത്ത് 2 വാല്യൂ ഉണ്ട്. ഒന്ന് മാക്സിമം കണ്ടുപിടിക്കുന്ന ഇത്രയേ ഉള്ളൂ, W/B × 1 + 6 × E/B. അപ്പൊ ഇതിൻ്റെ അകത്ത് ആകെ ഉള്ള കാര്യം എന്താ? W എന്ന് പറഞ്ഞാൽ 1500 ഡിവൈഡഡ് ബൈ B എന്ന് പറഞ്ഞാൽ 7 ഡിവൈഡഡ് ബൈ 1 + 6 ×
1.053 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് ഡിവൈഡഡ് ബൈ 7. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത് ഇതിന്റെ വാല്യൂ കിലോ ന്യൂട്ടൺ പെർ മീറ്ററിലാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഞാൻ ഇതിനെ മീറ്ററിൽ ഉപയോഗിച്ചത്, 7000 എടുക്കാതെ ഇത് ഉപയോഗിച്ചത്. അപ്പൊ ഇത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 251.89 എന്ന് പറഞ്ഞ് കിട്ടും, ഇത്രയും വാല്യൂ. ദെൻ മിനിമം എന്ന് പറയുന്നത്, എഫ് മിനിമം എന്ന് പറയുന്നത് W/B ഇൻറ്റു 1 - 6 ടൈം, ഒരു മൈനസ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നെഗറ്റീവ് വാല്യൂ ആണ് ഇപ്പോൾ ഇവിടെ കിട്ടുന്നത്, -11.857 എന്ന് പറഞ്ഞ് കിട്ടും. -11.857 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പൊ ഇനിയുള്ളത് നമുക്ക് ഇതിന്റെ ഫിഗറും കൂടെ വരയ്ക്കണം. അതായത് അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഈ ബോഡി ഉള്ളത്. ഇതിന്റെ അകത്ത് നമ്മൾ ഈ പ്രഷർ വരയ്ക്കുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ ഒരു ബേസ് ലൈൻ വരയ്ക്കുക. ആ ബേസ് ലൈൻ ഈ ഏത് സൈഡിലായിരിക്കും, ഇങ്ങോട്ടാണ് R ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ സൈഡിലായിരിക്കും ഏറ്റവും കൂടുതൽ പ്രഷർ ഉള്ളത്. ഇവിടെ 251 വരും. അപ്പൊ ഈ പോയിന്റ് എന്ന് പറയുന്നത് 251.89 എന്ന് പറഞ്ഞു വരും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നെഗറ്റീവാ കിട്ടി, അപ്പം ചെറിയൊരു ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അത് എത്രയാണ്? 11.85. അപ്പൊ നമുക്ക് എങ്ങനെ ജോയിൻ ചെയ്യാം? ഇത് നമുക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യാം. ഇതാണ് നമ്മുടെ ബേസ് പ്രഷർ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇത്രയും വരയ്ക്കാനായിട്ടായിരിക്കും നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്നത്. ഇതിൻ്റെ ചിലപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ ചോദിക്കത്തില്ല, കണ്ടുപിടിക്കാൻ മാത്രമേ ചോദിക്കത്തുള്ളൂ. അപ്പൊ ഇതിനകത്ത് എല്ലാ സ്റ്റെപ്സിനും മാർക്ക് ഉണ്ടായിരിക്കുന്നത് 5 സ്റ്റെപ്പ് ഉണ്ട്. 5 സ്റ്റെപ്പും പിന്നെ ഇത് വരയ്ക്കുന്നതിനും എല്ലാം മാർക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഇത്രയാണ്. നമ്മളിപ്പോൾ അടുത്ത ക്ലാസ്സിലും കൂടെ ഇതിന്റെ ഒരു ചെറിയൊരു പ്രോബ്ലം കൂടെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് ഇക്വേഷൻസ് ഓർത്തിരിക്കുക എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഈ ട്രപ്പിസോയിഡിന്റെ കുറച്ച് ഇക്വേഷൻസ് മാത്രം ഓർത്തിരിക്കുക എന്നുള്ളതാണ് ആകെയുള്ള ഇതിൻ്റെ അകത്തുള്ള ഒരു പാട്. ബാക്കിയെല്ലാം ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. സോ ഒരു പ്രോബ്ലം കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ക്ലിയർ ആവുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് ക്ലാസ്.